സ്വയം തൊഴിലിലൂടെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, ഗ്രാമീണ സ്ത്രീകളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, സ്വയം പര്യാപ്തരാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ബൈസൺവാലിയിൽ നടന്നു. 1,05,00,000 രൂപയാണ് വനിതകൾക്കായി വിതരണം ചെയ്തത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് വായ്പാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കെണിയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക, ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിലെ തെരഞ്ഞെടുത്ത 11 കുടുംബശ്രീകൾക്കാണ് 1,05,00,000 രൂപ വീതം വിതരണം ചെയ്തത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത്. 6% പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം. ബൈസൺവാലി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ശൈലജ സുരേന്ദ്രൻ വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളെ സ്വന്തം കാലിൽ നിർത്തുക, സാമ്പത്തികമായി പുരോഗതിയിലെത്തിക്കുക എന്നതാണ് വനിതാ വികസന കോർപ്പറേഷന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് കുടുംബശ്രീ സംഘടനാ സംവിധാനം ആണെന്ന് നമുക്കറിയാം. എന്നാൽ അവർക്ക് കുറെ കൂടി ഊർജ്ജസ്വലമായ പാതയുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇടപെടലിലേക്ക് പോകാനാണ്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നിൽ, CDS ചെയർപേഴ്സൺ സുനോയി ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജമ്മ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി പ്രേംകുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി.